അമേരിക്കയിലെ ജോർജിയയിൽ ഇന്ത്യൻ അമേരിക്കൻ കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ വിമർശനവുമായി മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ അഥവാ മാഗ വിഭാഗം സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ജോർജിയയിലെ ഫോസിത്ത് കൗണ്ടിയിലുള്ള പ്രാദേശിക ജോലികളിലും ഹൗസിംഗ് മാർക്കറ്റുകളിലും സ്കൂളുകളിലും ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ മേധാവിത്വമാണെന്നും ഇതിന് കാരണം H-1B വിസ പ്രോഗ്രാം ആണെന്നും കെയ്റ്റ് എന്ന എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ച പോസ്റ്റിൽ ആരോപിക്കുന്നു. ഫോസിത്ത് കൗണ്ടിയിൽ മാത്രം 35,000 ഇന്ത്യൻ കുടുംബങ്ങളാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞ കെയ്റ്റ് ഇത് പ്രാദേശിക ജനസംഖ്യാ ഘടനയെ മാറ്റുകയാണെന്നും അവകാശപ്പെടുന്നു. എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ച പോസ്റ്റ് ഇങ്ങനെയാണ്: ഇത് ജോർജിയയിലെ ഫോസിത്ത് കൗണ്ടിയാണ്. H-1B വിസകൾ കാരണം ഈ ഒരു കൗണ്ടിയിൽ മാത്രം 35,000-ലധികം ഇന്ത്യൻ കുടുംബങ്ങളുണ്ട്. അയൽ കൗണ്ടികളിലെ കണക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവർ അമേരിക്കൻ തൊഴിലാളികളുടെയും ബിരുദധാരികളുടെയും ജോലി തട്ടിയെടുക്കുന്നു എന്ന് മാത്രമല്ല, വീടുകളെല്ലാം വാങ്ങിക്കൂട്ടുകയും അതുവഴി വീടുകളുടെ വിലയും ഇൻഷുറൻസ് നിരക്കും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വിദേശ തൊഴിലാളികൾ ഇവിടെ വരുന്നു, അവർക്ക് ഇവിടെ കുട്ടികൾ ഉണ്ടാവുകയും ജന്മാവകാശ പൗരത്വം ലഭിക്കുകയും ചെയ്യുന്നു. അവർ സ്വന്തം നിലയിൽ അമേരിക്കക്കാരായി കണക്കാക്കുന്നില്ല, ഇവിടുത്തെ രീതികളുമായി ഒത്തുപോകുന്നില്ല. അറ്റ്ലാന്റയിലും അൽഫ്രൈറ്റയിലും പ്രവർത്തിക്കുന്ന കമ്പനികൾ വിദേശ തൊഴിലാളികളെ മാത്രമാണ് ജോലിക്കെടുക്കുന്നത്. ഇനി രാജ്യത്തെ ഓരോ കൗണ്ടിയിലും ഇത് തന്നെ സംഭവിക്കും. ഇങ്ങനെയാണ് നമുക്ക് അമേരിക്കയെ നഷ്ടപ്പെടുന്നത്, പോസ്റ്റിൽ പറയുന്നു. ഇന്ത്യൻ കുടിയേറ്റം ഫോസിത്ത് കൗണ്ടിയിലെ ഹൈസ്കൂൾ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്ന തലക്കെട്ടോടു കൂടിയ വാർത്തയുടെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചാണ് കേറ്റ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പോസ്റ്റിന് താഴെ നിരവധി പേർ സമാനമായ വിദ്വേഷം നിറഞ്ഞ പ്രതികരണങ്ങളുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ നികുതി പണം അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കേണ്ടി വരുന്നു, അതോടൊപ്പം നമ്മുടെ ജോലിയും അവർ തട്ടിയെടുക്കുന്നു. ഇവരെയൊന്നും ഇങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ നമ്മൾ വോട്ട് ചെയ്തിട്ടില്ല, ഇവർ തിരികെ പോകണം എന്ന് ഒരാൾ കുറിച്ചു. ന്യൂജേഴ്സിയിലും സമാനമായ അവസ്ഥയാണെന്നും അമേരിക്കക്കാർ പല മേഖലകളിൽ നിന്നും പുറത്താക്കപ്പെടുകയാണെന്നും മറ്റൊരാൾ ആരോപിച്ചു. എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ തന്നെ തുടരാൻ കഴിയാത്തതെന്ന ചോദ്യവും കമന്റുകളിലുണ്ട്. ഇനി ജോർജിയയിലെ ഫോസിത്ത് കൗണ്ടിയിലെ ഇന്ത്യൻ ജനസംഖ്യയെക്കുറിച്ച് നോക്കാം. ജോർജിയയിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഫോസിത്ത് കൗണ്ടി. 2010-നും 2022-നും ഇടയിൽ ഇവിടുത്തെ ഏഷ്യൻ ജനസംഖ്യ 3 ഇരട്ടിയായി വർദ്ധിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. നിലവിൽ സ്കൂളുകളിലും ഓഫീസുകളിലും ഇന്ത്യൻ അമേരിക്കൻ സാന്നിധ്യം പ്രകടമാണ്. സ്കൂളുകളിൽ ഇന്ത്യൻ ആഘോഷങ്ങളും നടത്തി വരുന്നുണ്ട്. അതേസമയം അമേരിക്കയിലെ തെക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വംശജർ താമസിക്കുന്ന ഇടങ്ങളിലൊന്നായി ജോർജിയ മാറിക്കഴിഞ്ഞു. 2010-നും 2020-നും ഇടയിൽ ജോർജിയയിലെ ഇന്ത്യൻ വംശജരുടെ എണ്ണത്തിൽ 67% വർധനമാണ് രേഖപ്പെടുത്തിയത്. നിലവിൽ ഏകദേശം 1.5 ലക്ഷത്തിലധികം ഇന്ത്യൻ വംശജർ അറ്റ്ലാന്റ മെട്രോ മേഖലയിൽ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഫോസിത്ത് കൗണ്ടിക്ക് പുറമെ ഗ്വിനെറ്റ്, ഫുൾട്ടൺ കൗണ്ടികളിലും ഇന്ത്യക്കാർ ഏറെയുണ്ട്. മറ്റു പ്രധാന അമേരിക്കൻ നഗരങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ ജീവിത ചെലവും മികച്ച കാലാവസ്ഥയും കുടുംബമായി താമസിക്കാനുള്ള സൗകര്യങ്ങളും ഇന്ത്യക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു. അറ്റ്ലാന്റ, അൽഫ്രൈറ്റ തുടങ്ങിയ നഗരങ്ങൾ സാങ്കേതിക വിദ്യയുടെ കേന്ദ്രങ്ങളായി മാറിയത് ധാരാളം ഇന്ത്യൻ എഞ്ചിനീയർമാരെ ഇവിടേക്ക് ആകർഷിച്ചിട്ടുണ്ട്. ജോർജിയ ടെക് പോലുള്ള പ്രമുഖ സർവകലാശാലകളിൽ ഉപരിപഠനത്തിന് എത്തുന്ന വിദ്യാർത്ഥികളിൽ വലിയൊരു വിഭാഗവും ഇന്ത്യക്കാരാണ്. ഇന്ത്യൻ ജനസംഖ്യയുടെ വർധനവ് ജോർജിയയിലെ പ്രാദേശിക വിപണിയിലും സംസ്കാരത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. ഹൈന്ദവ ക്ഷേത്രങ്ങൾ, ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറുകൾ, റെസ്റ്റോറന്റുകൾ എന്നിവയുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ ഗർഭ, ദീപാവലി തുടങ്ങിയ ആഘോഷങ്ങൾ ഔദ്യോഗികമായി സംഘടിപ്പിക്കപ്പെടുന്നത് ഈ സാംസ്കാരിക സ്വാധീനത്തിന്റെ തെളിവാണ്.